പാണ്ഡവരെ ജീവനോടെ കത്തിച്ചു കളയുവാനുള്ള എൻ്റെ പദ്ധതികളെല്ലാം വിശ്വസ്തനും സഹായവുമായ പുരോചനനോട് ഞാൻ സ്വകാര്യമായി പറഞ്ഞു. അയാൾ എനിക്ക് വേണ്ടി പ്രാണൻ പോലും അർപ്പിക്കുന്നതിന് തയ്യാറായിരുന്നു. പാണ്ഡവരുടെ പാപം ദഹിപ്പിക്കുന്നതിനുള്ള ശക്തി അഗ്നിക്കല്ലാതെ മറ്റെന്തിനാണ് ഉണ്ടാവുക? ഗുരു ദ്രോണരുടെ അടുത്ത് എപ്പോഴും പിറുപിറുത്തുകൊണ്ട് നടക്കുന്ന കുറുമ്പനായ അർജുനന്റെ അത്തിപ്പഴം പോലുള്ള നാവും ആളിക്കത്തുന്ന അഗ്നിയിൽ എരിഞ്ഞ് കരിക്കട്ടയായി മാറും. ആ ഉന്മത്തനായ ഭീമന്റെ തുടിക്കുന്ന ശക്തങ്ങളായ കൈകൾ കനമുള്ള വിറകിമുട്ട് പോലെ കത്തിച്ചാമ്പലായി തീരും. മഹാറാണിയായി തീരേണ്ട പതിയായ കുന്തി ആ തീജാലുകളിൽ നിമിഷം കൊണ്ട് സ്വർഗത്തിലെ മഹാറാണിയായി തീരും. വാർണാവർത്തത്തിലെ കാട്ടിൽ ആ തീ പിടിക്കുന്ന വീട്ടിൽ പുരോചനൻ തന്റെ ലക്ഷ്യം പ്രാപിക്കുമ്പോൾ കഴിഞ്ഞ 15 വർഷങ്ങളായി എൻ്റെ തിരസ്കൃതമായ അന്ധകരണത്തിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നി ശാന്തമാകും. നിന്ദിയുടെ എരിയുന്ന അഗ്നിയെ ശാന്തമാക്കുന്നതിനുള്ള ശക്തി പ്രതികാരത്തിൻ്റെ അഗ്നിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുരോചനൻ എപ്പോഴും എൻ്റെ കൺമുന്നിൽ നൃത്തം വെച്ചുകൊണ്ടിരുന്നു. അയാളുടെ സൂക്ഷ്മങ്ങളായ കണ്ണുകളിൽ എന്നോടുള്ള ഏകാന്ത നിഷ്ഠയും കാണാമായിരുന്നു. പുരോചനൻ എന്നെ കണ്ടിട്ട് വാർണാവർത്തത്തിലെ കാട്ടിലേക്ക് പോയി. ഞാൻ അയാളോട് എല്ലാ തരത്തിലും ജാഗ്രത പാലിക്കുവാൻ പറഞ്ഞു. കാട്ടിൽ അരക്കില്ലത്തിന് തീ വയ്ക്കുമ്പോൾ ശ്വാസം പോലും കഴിക്കരുതെന്നും, അല്ലെങ്കിൽ ശ്വാസത്തിന്റെ ശബ്ദം മാത്രം കേട്ട് കണ്ണടച്ച് ലക്ഷ്യഭേദം ചെയ്യുന്ന അർജുനൻ അയാളുടെ തലയും ഉടലും വേർപെടുത്തുമെന്ന് ഞാൻ അയാളോട് പറഞ്ഞു. കത്തുന്ന തിരിയുടെ നാളത്തിന് തൻ്റെ കൈവച്ച് എൻ്റെ പദ്ധതിയുടെ ഒരംശം പോലും ഒരാൾക്കും മനസ്സിലാക്കുവാൻ ഇടവരില്ലെന്ന് അയാൾ ശബ്ദം ചെയ്തു. പ്രാണൻ പോലും വിഷമത്തിലാകുന്ന ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ അയാൾ എന്തുകൊണ്ട് തയ്യാറായി? അഷ്ടമ മന്ത്രിമണ്ഡപത്തിൽ അയാൾ കൗരവരുടെ മന്ത്രി ആയതുകൊണ്ടാണോ? അല്ല. സ്വാർത്ഥതയില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ ആരാണ് തയ്യാറാകുക? തൻ്റെ പദ്ധതി പൂർണ്ണമായി സഫലമാക്കി തിരിച്ചു വരികയാണെങ്കിൽ അയാളെ കൗരവരുടെ മന്ത്രിയാക്കാമെന്ന് ഞാൻ അയാൾക്ക് വാക്ക് കൊടുത്തിരുന്നു. രാജതന്ത്രത്തിൽ ഇങ്ങനെയൊക്കെ വാക്ക് കൊടുക്കേണ്ടതായി വരും. അല്ലെങ്കിലും നമ്മുടെ മന്ത്രി വൃഷവർമാവ് വൃദ്ധനായ ഒരു ഒട്ടകമാണ്. സ്വയം മുന്നോട്ട് പോവുകയുമില്ല, സഹയാത്രികരെ മുന്നോട്ട് പോകാൻ അനുവദിക്കുകയുമില്ല. രാജതന്ത്രം എപ്പോഴും മരുഭൂമി പോലെയാണ്. അതിൽ വൃദ്ധന്മാരെ ഉൾപ്പെടുത്തുക എന്നാൽ ഉന്നത തടഞ്ഞു നിർത്തുക എന്നാണ് അർത്ഥം. ആ വൃദ്ധനായ അമാത്യനെ ഞങ്ങൾ ഗളസകം ചെയ്യും. പാണ്ഡവരുടെ മുന്നിൽ കുനിഞ്ഞു പോകുന്ന അയാളുടെ വിറയ്ക്കുന്ന കഴുത്ത് കൗരവരുടെ ഉയർച്ചയെ കളങ്കപ്പെടുത്തുന്നതാണ്. വൃഷവർമാവിൻ്റെ സ്ഥാനത്ത് ഞാൻ പുരോചനനെ നിയമിക്കും. രാജതന്ത്രത്തിൽ ചക്രവാളത്തിനപ്പുറത്തു നോക്കുന്ന ഉത്സാഹശാലികളായ യുവാക്കളെയാണ് എപ്പോഴും ആവശ്യമെന്ന് കഴിഞ്ഞ 17 വർഷത്തെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി. എനിക്ക് പുരോചനനെ പോലെ ഗാംഭീര്യമുള്ളവരും അചഞ്ചലനുമായ മന്ത്രിയെ തന്നെ വേണം. അയാൾ വാർണാവർത്തത്തിലേക്ക് പോകുവാനായി ഹസ്തിനാപുരം വിട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ശാന്തി കിട്ടി. പുരോചനൻ രാജകൊട്ടാരത്തിൻ്റെ ചുറ്റുമതിലിനുള്ളിൽ നിന്ന് തൻ്റെ രഥം പുറത്തെടുക്കുമ്പോൾ തന്നെ ഗംഗാതടത്തിൽ നിന്ന് മടങ്ങി വരുന്ന കർണനെ പ്രധാന കവാടത്തിൽ വെച്ച് കാണുമെന്ന് കൊട്ടാരത്തിൻ്റെ വായാതനത്തിലൂടെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. കർണൻ ഏതെങ്കിലും ചോദിച്ചാൽ അയാളുടെ ഊർജ്ജസ്വലമായ വ്യക്തിത്വം കണ്ട് പേടിച്ച് പുരോചനൻ എന്തെങ്കിലും പുലമ്പും. കർണനെ എത്രയും വേഗം വിളിച്ചുകൊണ്ടുവരുന്നതിനായി സേവകനായ പ്രചംബനെ ഞാൻ കൊട്ടാരത്തിൽ നിന്ന് ഓടിച്ചു വിട്ടു. ആരെയെങ്കിലും തീ വയ്ക്കുന്ന കാര്യത്തിനോട് ഒരിക്കലും കർണൻ യോജിക്കില്ല. തൻ്റെ മാതാപിതാക്കളെയും കൂട്ടി അയാൾ വേഗം ചമ്പാ നഗരിയിലേക്ക് പോകുമെന്ന് എനിക്കറിയാം. അയാളുടെ ജീവിതം ആദർശ വില്ലാളിയുടേതായിരുന്നു. വില്ലിൽ നിന്ന് തൊടുത്തുവിട്ട അമ്പ് പോലെ ശരിക്കും മൂക്കിന് നേരെ പോകുന്നത്. പ്രപഞ്ചൻ നിമിഷ നേരം കൊണ്ട് കർണന്റെ മുമ്പിൽ ചെന്ന് നിന്നു. അയാൾ വളരെ കൗശലത്തോടു കൂടി കർണന്റെ ചോദ്യങ്ങളിൽ നിന്ന് പുരോചനനെ മുക്തനാക്കി. പുരോചനൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നു, സമുദ്രത്തിലെ സ്വച്ഛമായ കാറ്റുപോലെ. വാർണാവൃത്തത്തിലെ കാട്ടിൽ അയാൾ ചണം, പയ്യന്മരക്കറ, വലഞ്ചൊപ്പുല്ല്, ബുർജരം, അരക്ക് എന്നിവ നെയ്യിൽ കുഴച്ചുണ്ടാക്കി എളുപ്പത്തിൽ തീ പിടിക്കുന്ന ചെറിയൊരു വീടുണ്ടാക്കും. സുന്ദരവും ആകർഷവുമായ വീട്. ആ വീടിൻ്റെ മേൽക്കൂര നന്നായി ഉണങ്ങിയ മുളകൾ കൊണ്ടായിരിക്കും ഉണ്ടാക്കുക. മഹാരാജാവിൻ്റെ ആഗ്രഹപ്രകാരം നീചന്മാരായ പാണ്ഡവർ തങ്ങളുടെ പ്രിയ മാതാവിനോടൊപ്പം കാലാവസ്ഥയുടെ മാറ്റത്തിൽ നിന്നും വനവിഹാരത്തിനും വേണ്ടി വാർണാവർത്തത്തിലേക്ക് പോകും. രാത്രിയിൽ എല്ലാവരും പുരോചനൻ നിർമ്മിച്ച സുന്ദരമായ വീട്ടിൽ വിശ്രമിക്കും. പകൽ മുഴുവൻ നടന്ന് ക്ഷീണിതരായ അവർ 6 പേരും പെട്ടെന്ന് തന്നെ അഗാധ നിദ്രയിലാവും. പിന്നീട് ആ നിദ്രയെ പുരോചനൻ മഹാനിദ്രയായി മാറ്റും. അവരെല്ലാവരും നിദ്രയിലാണ്ട് കഴിയുമ്പോൾ അർദ്ധരാത്രിക്ക് ശേഷം പുരോചനൻ ഒരു തിരികൊണ്ട് ആ വീടിന് തീ വയ്ക്കും. ആ അരക്കില്ലത്തിൻ്റെ എല്ലാ വാതിലുകളിലും പുറമേ നിന്ന് അടച്ചിരിക്കും. അങ്ങനെയുള്ള ആ അരക്കില്ലത്തിൽ നിന്ന് പാണ്ഡവർ എങ്ങനെ പുറത്തു കിടക്കും?
മുകളിലേക്ക് ആളിക്കത്തുന്ന തീജ്വാലകളോടൊപ്പം അവരും നേരെ സ്വർഗത്തിലേക്ക് പോകും. മാളത്തിന്റെ പ്രവേശന ദ്വാരത്തിൽ പുകയിടുമ്പോൾ അകത്തുള്ള പാമ്പ് പുകയേറ്റ് പിടഞ്ഞു മരിക്കുന്നത് പോലെ അവർ ശ്വാസം മുട്ടി വെന്തു മരിക്കും. പോകുന്ന സമയത്ത് അവസാനമായി ഞാൻ പുരോഹിതന് ഒരു പ്രത്യേക ആജ്ഞ കൊടുത്തിരുന്നു. തിരിച്ചു വരുമ്പോൾ കത്തിയമർന്ന അരക്കില്ലത്തിലെ ചാരത്തിന്റെ കൂമ്പാരത്തിൽ നിന്ന് അഹങ്കാരിയായ ഭീമന്റെ ശവം പുറത്തെടുത്ത് കത്തിക്കരിഞ്ഞ ചെറുവിരൽ മുറിച്ചെടുത്ത് കൊണ്ടുവരണം എന്നതായിരുന്നു ആജ്ഞ. ആയിരക്കണക്കിന് ശവങ്ങളുടെ ഇടയിൽ നിന്ന് പോലും ആ തടിയനായ കാട്ടുപന്നിയുടെ ശവം ആർക്കും വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാം. അയാൾ കൊണ്ടുവരുന്ന കരിഞ്ഞ ചെറുവിരൽ വെള്ളി ഡിപ്പിയിലിട്ട് ഞാൻ എൻ്റെ ഇടത് കൈ തണ്ടയിൽ കെട്ടും. എൻ്റെ ഇടത് കൈ അറിയാതെ നെഞ്ചിൽ തൊടുമ്പോൾ വന്യമൃഗങ്ങളെ ഭയന്ന് തിരിഞ്ഞുപോയ എൻ്റെ ഹൃദയത്തെ ഭീമന്റെ ചാരം വാർണാവർത്തത്തിലെ കാട്ടിൽ മണ്ണോട് ചേർന്നിരിക്കുന്നു എന്ന് സമാധാനിപ്പിക്കും. കളരിയിൽ തൻ്റെ ഭയങ്കരമായ ഗത ചുഴറ്റി എൻ്റെ പുറത്ത് നിർദ്ധയമായി അസഹ്യമായി പ്രഹരിച്ച ഭീമ ജീവിതവും ഒരു കളരിയാണെന്ന് നീ ഉണ്ടോ അറിയുന്നു? ഇവിടെയും എന്നും ഗത ചുഴറ്റി ഗർജിച്ചുകൊണ്ടിരിക്കുന്നു. അത് മൂക്കിന് നേരെ ഓടുന്ന രഥത്തിൻ്റെ ഓട്ടമല്ല. ഇത് ക്രൂരതയാണെന്ന് എല്ലാവരും പറയും. ഗുരുദ്രോണർ 1000 യോദ്ധാക്കളിൽ അർജുനനെ മാത്രം തലയിൽ കയറ്റി വെച്ചിരിക്കുന്നതും ഒരു തരത്തിലുള്ള മാനസികമായ ക്രൂരതയല്ലേ എന്നൊരു ചോദ്യം മാത്രം ഞാൻ അവരോട് ചോദിക്കുന്നു. കുട്ടിക്കാലത്തിൻ്റെ 4 സഹോദരന്മാരെ വീതം കക്ഷത്തിൽ നിന്നിറക്കി വെള്ളത്തിൽ മുക്കിയ ഭീമനെ ആരെങ്കിലും ദയാലു എന്ന് പറയുമോ? കളരിയിൽ ധീരനും ശ്രേഷ്ഠനുമായ കർണനെ കുലം ചോദിച്ച് തരം താഴ്ത്തി കാണിച്ച കൃപാചാര്യർ ക്രൂരനല്ലെന്നുണ്ടോ? ആദ്യം അംഗരാജാവെന്ന് പറഞ്ഞ് കർണനെ ജയാരാവ്യം മുഴക്കുകയും അടുത്ത നിമിഷം സൂതപുത്രൻ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്ത ആയിരക്കണക്കിന് നഗരവാസികൾ ക്രൂരന്മാരല്ലെങ്കിൽ മറ്റെന്താണ്? ഈ ചോദ്യങ്ങൾക്ക് യുക്തിയുക്തവും സന്തോഷഭജനവുമായ ഉത്തരം ആര് തരും? അതുകൊണ്ട് ഞാൻ പറയുന്നു, ദയ, ക്ഷമ, ശാന്തി എന്നിവയെപ്പറ്റി എത്ര തന്നെ കൊട്ടി ആഘോഷിച്ചാലും ക്രൂരതയുടെ അംശം എല്ലാ മനുഷ്യരിലും ഉണ്ടാവും. എൻ്റെ ക്രൂരത പാണ്ഡവരെ 5 പേരെയും ഭസ്മമാക്കി കളയുവാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഞാൻ സ്വയം ധന്യനായി കണക്കാക്കുന്നു. ലോകം എന്തെങ്കിലും ഒരിക്കൽ സുന്ദരമായി തീരുമെന്ന് അശ്വത്ഥാമാവ് പറയുന്നു. അയാളുടെ ഈ വാക്കുകളിൽ എനിക്ക് തെല്ലും വിശ്വാസമില്ല. ലോകം യഥാർത്ഥത്തിൽ സുന്ദരമായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പാണ്ഡവർ പാണ്ഡു മഹാരാജാവിൻ്റെ പുത്രന്മാരല്ല എന്ന് നന്നായി മനസ്സിലാക്കിയിട്ടും ഞാൻ പാണ്ഡവരെ ജീവിക്കുവാൻ അനുവദിച്ചാൽ അതെൻ്റെ ചെറിയച്ഛനോടും അദ്ദേഹത്തിൻ്റെ കളങ്കമില്ലാത്ത കീർത്തിയോടും ചെയ്യുന്ന കടുത്ത അപരാധമല്ലേ? അതുകൊണ്ട് അവരെ ആളിക്കത്തുന്ന തീയിലിട്ട് പരിശുദ്ധമാക്കുക എന്ന പവിത്രമായ കർണം ചെയ്യുന്നതിനായി ഞാൻ മന്ത്രിയായ പുരോചനെ അയച്ചിരിക്കുകയാണ്. ഇതിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവസാനം മഹാരാജാവ് മധുരമായ വാക്കുകളുടെ വലം വീശി ഒന്ന് അന്തരീക്ഷം മാറട്ടെ എന്ന് കരുതി കുന്തിയോടൊപ്പം 5 പാണ്ഡവരെയും വാർണാവർത്തത്തിലെ കാട്ടിലേക്ക് അയച്ചു. അന്ധത മൂലം മഹാരാജാവിനെ വികലാംഗൻ എന്ന് പറയുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ നാവ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകളെന്നറിയാമായിരുന്നില്ലേ? രാജ്യതന്ത്രത്തിലെ പല പ്രശ്നങ്ങളും തൻ്റെ മധുരവചനങ്ങളിലൂടെ അദ്ദേഹം ഞൊടിയിട കൊണ്ട് പരിഹരിച്ചിരുന്നു. ഇത് ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. അതേ മധുരമായ വാക്കുകളിൽ അന്തരീക്ഷം മാറ്റാമെന്ന വിശ്വസനീയവും സുന്ദരവുമായ കാരണം പറഞ്ഞ് പാണ്ഡവരെ അദ്ദേഹം വാർണാവർത്തത്തിലെ കൊടുങ്കാട്ടിലേക്ക് പറഞ്ഞയച്ചു. ഇനി അവർ തീർച്ചയായും അന്തരീക്ഷം മാറ്റി നടത്തും. സ്വർഗത്തിലെ അന്തരീക്ഷം ഭൂമിയിലെ തന്നെ അപേക്ഷിച്ച് ആരോഗ്യവാർദ്ധകമാണെന്ന് വിദ്വാൻമാരായ ഋഷിമാരും പ്രതിഭാശാലികളായ കവികളും പറയുന്നു. ആ 5 വടവൃക്ഷങ്ങളും കത്തിച്ചാമ്പലായി തീർന്നാൽ മാത്രമേ എൻ്റെ എരിയുന്ന അശാന്തമായ മനസ്സ് തണുക്കുകയുള്ളൂ. മനസ്സിനെ ചിലർ സുഗന്ധമുള്ള പുഷ്പമെന്നും ചിലർ കളകം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഒഴുകുന്ന രമ്യമായ നദിയെന്നും മേഘമില്ലാതെ നീലാകാശമെന്നും എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വിധാതാവിൻ്റെ അത്ഭുത തേജോദയമെന്നൊക്കെ പറയുന്നു. പക്ഷേ പ്രതികാര ഭാവനയിൽ ജ്വലിക്കുന്ന മനസ്സും സുഗന്ധമുള്ള ഒരു പുഷ്പം തന്നെയാണ്. എന്നാൽ മോഹിപ്പിക്കുന്ന രസമുള്ള ഗന്ധത്തിന് വേണ്ടി ആരെങ്കിലും അത് കയ്യിലെടുത്തൊരു നിമിഷം മണത്താൽ ആ നിമിഷം നിലംപതിച്ചു പോകും. അതിൻ്റെ സുഗന്ധം അത്തരത്തിലുള്ളതാണ്. അതിൻ്റെ സുഗന്ധം വിഷം പുരണ്ടതാണ്. പ്രതികാര ചിന്തയുള്ള അത്തരം മനസ്സ് നദി പോലെയുമാണ്. പക്ഷെ അപ്പോൾ അത് ധീരഗംഭീരവും ശാന്തവുമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയല്ല, മറിച്ച് തിരകൾ ഗർജിക്കുന്നതും വിശാലമായ ജലപ്പരപ്പിനെ ചുറ്റുമുള്ള ഭൂപ്രദേശത്തു നിന്നും വളരെ ദൂരെ തെറിപ്പിച്ചുകൊണ്ടും വിളമ്പുന്ന വരമ്പുകൾ ഇടിച്ച് നിരത്തിക്കൊണ്ടും വളരെ വേഗത്തിൽ പായുന്നതുമായ ഒരു പ്രളയ നദിയാണ്. പ്രതികാരത്തിൽ ജ്വലിക്കുന്ന മനസ്സൊരു അവകാശവുമാണ്. പക്ഷേ അത് മേഘമില്ലാത്ത നീലാകാശമല്ല, അത് കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശമാണ്. ചിലപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മേഘങ്ങളിൽ ഭൂമിയെ കീറിമുറിക്കുന്ന മിന്നൽ പിളരുകൊണ്ടുമുണ്ട്. പ്രതികാരത്തിൽ ജ്വലിക്കുന്ന മനസ്സൊരു ജ്യോതിസാണ്. പക്ഷെ അത് മെല്ലെ കത്തുന്ന ജ്യോതിസല്ല, മറിച്ച് പന്തത്തിലെറിയുന്ന ഭയാനകമായ ജ്വാലയാണ്.
കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഓരോ സ്ഥലത്തും പാണ്ഡവരോടുള്ള പ്രത്യേക ആദരവ് കാണുമ്പോൾ എനിക്ക് ഉള്ളിൽ ദേഷ്യം തോന്നിയിരുന്നു. ഗദയുടെ കളരിയിൽ വെച്ച് തന്നെ അഭ്യാസ സമയത്ത് പോലും ഭീമൻ എന്നെ കർഷകൻ കാളയെ അടിക്കുന്നത് പോലെ അടിച്ചു. അവൻ്റെ കാൽ കീഴിൽ എൻ്റെ ജീവിതമാവുന്ന താമരപ്പൂവ് ഓരോ നിമിഷവും കൂമ്പിപ്പോയിരുന്നു. അതിൻ്റെ ഇതളുകളിൽ ഛിന്ന ഭിന്നമായി പോയി. പൂവിൻ്റെ തണ്ട് മാത്രം അപേക്ഷിച്ചു. ഞാനും ഒരു യുവരാജാവാണ്. എനിക്കും ഒരു മനസ്സുണ്ട്, ഭാവനയുമുണ്ട്. എങ്കിലും എൻ്റെ സ്വാഭിമാനമാകുന്ന കോമളമായ പൂമിട്ട് കാട്ടാളനായ ഭീമൻ തൻ്റെ കാലുകൾ കൊണ്ട് പലതവണ ചവിട്ടി മെതിച്ചു. ചവിട്ടിത്തേച്ച് മണ്ണിൽ കിടക്കുന്ന ഇതളുകൾ ഒന്നിച്ച് ചേർത്ത ദുര്യോധനൻ ഇപ്പോൾ ഇങ്ങനെയായി. ഈ സത്യം മനസ്സിലാക്കുവാൻ ആരും ശ്രമിച്ചില്ല. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോടുണ്ടാവുന്ന താല്പര്യം പോലും എൻ്റെ മനസ്സിൽ പാണ്ഡവരോടുണ്ടായിരുന്നില്ല. എങ്ങനെ ഉണ്ടാവുവാൻ? ആ ഭീമൻ ക്രുദ്ധനായ കാട്ടുപന്നിയെപ്പോലെ എല്ലാവരെയും തട്ടിത്തെറിപ്പിക്കുന്നതിനെപ്പറ്റി വീമ്പ് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നെ അവൻ പലതവണ മല്ലയുദ്ധത്തിൽ തോൽപ്പിച്ചു. മത്സര ദിവസം കളരിയിൽ വെച്ച് എത്ര അഹങ്കാരത്തോടെയാണ് കർണനോട് പറഞ്ഞത്, കുലത്തിൽ ചേർന്ന തരത്തിൽ ചാട്ടയെടുത്ത് കുതിരയ്ക്ക് മാലസിടുക എന്ന്. തോന്നുമ്പോൾ കാൽ കീഴിലിട്ട് ചവിട്ടി തേക്കാവുന്ന പുല്ലോ ഇലയോ ആയിട്ടാണ് അവൻ കർണനെ കണക്കാക്കിയത്. തൻ്റെ മന്ദബുദ്ധി മൂലം പാണ്ഡവരുടെ ആ മതയാന അറിഞ്ഞോ അറിയാതെയോ കൗരവ പാണ്ഡവന്മാർക്കിടയിലുള്ള ദോഷാഗ്നി ഊതിക്കത്തിച്ചു. ചിലപ്പോൾ ബലവാനായ ആനയെപ്പോലും സ്വർഗത്തിലെത്തിക്കുവാൻ നിസ്സാരനായ ഉറുമ്പിന് പോലും കഴിയും. ആ കാര്യം അവൻ ഓർത്തില്ല. ഒരു ചെറിയ തീപ്പൊരിക്ക് ചുറ്റും പടർന്നു കിടക്കുന്ന ഘോരമായ വനത്തെ ഒരു നിമിഷം കൊണ്ട് ചാരമാക്കുവാൻ കഴിയും. ഒരു കാർമേഘത്തിന് സഹസ്ര കിരണങ്ങളുള്ള സൂര്യനെ നിമിഷനേരം കൊണ്ട് മറയ്ക്കുവാൻ കഴിയും. ലോകത്തിൽ നമ്മൾ മാത്രമാണ് ശക്തിശാലിയായിട്ടുള്ളത് എന്ന് അഹങ്കരിക്കുന്നത് വ്യർത്ഥമാണ്. അതുകൊണ്ട് സ്വയം സമർത്ഥനായി കരുതുന്ന ഭീമനെ ഞാൻ ഇത് മനസ്സിലാക്കി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ശക്തി കൊണ്ട് എനിക്ക് ഒറ്റയ്ക്കത് സാധ്യമല്ലെങ്കിലും സമ്പത്തും ബുദ്ധി കൊണ്ട് എനിക്കത് സാധ്യമായെന്ന് കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് പുരോചനന് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്ത് ഞാൻ വാരണാവർത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. രാജകാര്യങ്ങളിൽ ഇത്തരം സഹായികൾ ആവശ്യമാണ്. സഹായിയില്ലാത്ത രാജ്യഭരണം തലയോടില്ലാത്ത മസ്തകം പോലെയാണ്. പുരോചനൻ എന്ത് വാർത്തയാണ് കൊണ്ടുവരുന്നതെന്നതിൽ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു നിന്നു. ഇത്ര ഔത്സുകല്യത്തോടെ ഒരു കാമുകി തൻ്റെ കാമുകനെ പോലും കാത്തു നിൽക്കുണ്ടായിരിക്കുകയില്ല. അത്ര ഉത്സുകത്തോടു കൂടിയായിരുന്നു ഞാൻ അയാളെ കാത്തിരുന്നത്. അവൻ തീർച്ചയായും വിജയിക്കും. ഞാൻ എനിക്ക് ചുറ്റും ഒന്നുചേർന്ന ആളുകളെ വെറും കാഴ്ചക്കാരായിരുന്നില്ല. ആഹാ പുരോചന, രാജാവിൻ്റെ മനോരഥം നീ സഫലമാക്കി. പറഞ്ഞ മാത്രയിൽ നിങ്ങളുടെ ദൂതന കാട്ടാളനായ ഭീമൻ്റെ കത്തിയ ചെറുവിരലുമായി എൻ്റെ അടുത്ത് വന്നു നിന്നു. നിങ്ങളുടെ സ്വാഭാവിക ശക്തി അപാരം തന്നെ. കൗരവ രാജാവായി അഭിഷേകം ചെയ്തതിനു ശേഷം ആര്യാവർത്തത്തിലെ എല്ലാ പവിത്ര നദികളിലെയും ജലം തീർത്ഥരൂപത്തിൽ എൻ്റെ കൈക്കുമ്പിളിൽ വീണാലും ഈ കത്തിയ ചെറുവിരൽ കാണുമ്പോഴുള്ള സന്തോഷം എനിക്ക് തോന്നുകയില്ല. ഹേ പുരോചന, ശക്തി കൊണ്ട് ആർക്കും ഇതുവരെ ചെയ്യുവാൻ കഴിയാത്തത് താങ്കൾ ഇന്ന് ബുദ്ധി കൊണ്ട് സാധ്യമാക്കി കാണിച്ചത്. സിംഹത്തെ പോലും പേടിയില്ലാത്ത ഭീമനെ നിങ്ങൾ വൈക്കോൽ പോലെ കത്തിച്ചു. വിവരം അറിയിക്കുന്നതിനായി പുരോചനൻ പറഞ്ഞയച്ച ദൂതനെ കണ്ടപ്പോൾ എൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു നിന്നത് ഒരു ചിത്രം മാത്രമായിരുന്നു. ആ പാണ്ഡവർ എങ്ങനെയാവും മരിച്ചിട്ടുണ്ടാവുക? തിളയ്ക്കുന്ന വെള്ളത്തിൽ കിഴങ്ങുരണ്ട് പറയുന്നത് പോലെയാണോ? അല്ലെങ്കിൽ യജ്ഞത്തിൽ എരിയുന്ന ഹോമകുണ്ടത്തിൽ ചമതയെരിഞ്ഞ് ചാരമായി പോകുന്നത് പോലെയാണോ? മരിക്കുന്ന സമയത്ത് അവർ എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടാവും? മരിക്കുമ്പോൾ അവർ എൻ്റെ പേർ വിളിച്ച് ആക്രോശത്തോടു കൂടി എൻ്റെ മേൽ ശകാരവർഷങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. രാജമാതാവെന്ന് പറയപ്പെടുന്ന ആ കളങ്കിതയായ കുന്തി അർജുനനാകുന്ന ആ കറുത്ത പാപത്തെ കൈക്കുള്ളിൽ ഒതുക്കി അവസാനമായി മാറോടണച്ചിട്ടുണ്ടാവും. ഭ്രാന്തിയായ അബലെ, ഇത് കൗരവരുടെ സൂര്യവംശരാജ്യമാണ്. വേശ്യയായ ഒരു സ്ത്രീക്കും ഈ രാജ്യത്തിൻ്റെ സിംഹാസനത്തിനകത്ത് ഇറക്കുവാൻ കഴിയില്ല. ഇന്നലെ നീ കൗരവരെ രാജമാതാവായിരുന്നു. കൗരവരുടെ വൈഭവസമ്പന്നമായ അജയ രാജതണ്ട് നിന്റെ പാദങ്ങളിൽ കുനിഞ്ഞിരുന്നു. നിന്റെ പാപത്തിൻ്റെ കാര്യം ആരും അറിയില്ല എന്ന് കരുതി നിന്റെ ലജ്ജയില്ലാത്ത മനസ്സ് സ്വന്തം പുത്രന്മാരുടെ രാജ്യാഭിഷേകത്തെക്കുറിച്ചുള്ള സുന്ദര സ്വപ്നങ്ങൾ കണ്ടുവരുന്നു. പക്ഷേ ഇന്ന് നീ മൃത്യുവിൻ്റെ കാൽ കീഴിലെ ധൂളിയായി തീർന്നിരിക്കുന്നു. വെറും ധൂളി. വാരണാവർത്തത്തിൻ്റെ കൊടുങ്കാട് പാണ്ഡവരുടെ ശ്മശാനമായി തീർന്നു. നഗരവാസികളെല്ലാം പാണ്ഡവരെ സിംഹം എന്ന് പറഞ്ഞിരുന്നു. ശരിയാണ്, ആ സിംഹങ്ങൾക്ക് അത്തരം വനത്തിൽ തന്നെ അന്ത്യവിശ്രമവും കിട്ടി. അതുകൊണ്ട് തന്നെ വാരണാവർത്തം എനിക്കിന്ന് തീർത്ഥക്ഷേത്രമായി മാറിയിരിക്കുന്നു. പാണ്ഡവർ കത്തിത്തീർന്നു. എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരുന്ന എൻ്റെ മനസ്സ് ഇന്ന് ശാന്തമായി. പക്ഷേ ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്ത പുരോചനൻ തിരിച്ചറിഞ്ഞിട്ടില്ല. അയാളും ഈ അരക്കത്തിൽപ്പെട്ട് കത്തിപ്പോയിരിക്കുന്നു. തൻ്റെ സ്വഭാവശക്തി തെളിയിക്കുന്നതിനായി അത് അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിച്ചതായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് എന്നോട് വീണ്ടും വീണ്ടും പറയുന്നു. അവസാനം വരെ പാണ്ഡവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുമെന്ന് അയാളും മൃത്യലോകം വിട്ട് ആ പാണ്ഡവരോട് കൂടി പോയിട്ടുണ്ടാവും. പോകൂ പുരോചന, ചിന്തലേശം എന്നെ പോകൂ.
നിങ്ങളുടെ അർദ്ധാംഗിനിയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും മറ്റു അംഗങ്ങളുടെയും ചുമതല ഇന്നു മുതൽ ദുര്യോധനൻ തൻ്റെ ശക്തമായ ചുമലുകളിൽ എടുത്തിരിക്കുന്നു. നിങ്ങളുടെ ധീരതയുടെ പ്രതീകമായി ഞാൻ എത്രയും വേഗം വാരണാവർത്തത്തിൽ അസുരമർദ്ദനിയുടെ ഒരു അമ്പലം ഉണ്ടാക്കി അതിനൊരു തീർത്ഥക്ഷേത്രമായി പ്രഖ്യാപിക്കും. തൻ്റെ രാജാനിഷ്ഠ മൂലം ഈ സുന്ദരമായ ലോകത്തെ നിങ്ങൾ പരിത്യജിച്ച അതേ ദിവസം എല്ലാ വർഷവും വാരണാവർത്തത്തിൽ വിപുലമായൊരു മേള നടത്തും. ശാന്തിയോടുകൂടി പോകും. ഇനി ആ കാടിനെ എല്ലാവരും നിങ്ങളുടെ പേരിൽ പുരോചനാരണ്യം എന്ന് പറയും.